പോൾസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ധനുമാസത്തിലെ തിരുവാതിരയോടനുബന്ധിച്ചുള്ള തുടിച്ചുകുളിക്ക് ശേഷം കൂവ നിവേദിക്കാറ് പതിവുണ്ട്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെ കൂവ നിവേദ്യം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂവ നിവേദ്യം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. കൂവപ്പൊടി പച്ചവെള്ളത്തിൽ നന്നായിട്ട് കലക്കി അരിച്ചെടുക്കണം. ശർക്കര ഉരുക്കി അരിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഏത്തപ്പഴം അരിഞ്ഞതും തേങ്ങ ചെരുക്കിയതും കൂടി ചേർത്ത് നന്നായി ഇളക്കണം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായി കുറുകി വരുമ്പോൾ ഇലയിൽ പരത്തി വയ്ക്കും. അത് ഒന്നാറിയ ശേഷം നീളത്തിൽ മുറിച്ചെടുക്കും. ഇങ്ങനെയാണ് കൂവ നിവേദ്യം തയ്യാറാക്കുന്നത്. കുറുകിയ ശേഷം ഇതുപോലെ ഇലയിൽ പരത്തിയിട്ട് ഒന്ന് ആറിക്കഴിഞ്ഞ ശേഷം ചട്ടുകം ഉപയോഗിച്ച് നീളത്തിൽ മുറിച്ചെടുക്കും. നമ്മുടെ സൗകര്യം അനുസരിച്ച് ചെറുതായിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. കൂവ നിവേദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. തിരുവാതിര നോയമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കൂവനേദ്യമാണ്. ഇന്ന് തിരുവാതിര ഭഗവാന്റെ നാളല്ലേ, അപ്പം ഇത് കൂവ നിവേദിക്കുക എന്നുള്ളതാണ്. അപ്പം പാർവതി ദേവി കൂവയും ഇതൊക്കെ അരച്ച് നിവേദിച്ചു എന്നുള്ളതാണ്, കുറുക്കി നിവേദിച്ചു എന്നുള്ള സങ്കല്പത്തിലാണ്. അപ്പം കൂവ നിവേദ്യ, അപ്പം അത് പത്മമിട്ട നിവേദിക്കുന്നത്. അതാദ്യം ഗണപതി, നാരായണസ്വാമി, സൂര്യഭഗവാന്, ശിവൻ, പാർവതി രണ്ടാർക്കാണ് നിവേദ്യമുള്ളത്. കരിക്കും വെറ്റിലപാക്കുമാണ് നമ്മൾ നിവേദിക്കുന്നത്. ശിവായ ശിവായ നമഃ, ശിവായ ശിവായ നമഃ, ശിവായ ശിവായ നമഃ, ഓം ഹ്രീം നമഃ, ഹ്രീം നമഃ, ഹ്രീം നമഃ. മകീരത്തിൻ്റെ അന്ന് എട്ടങ്ങാടി നിവേദ്യം എല്ലാവരും സമർപ്പിക്കുന്നത് പോലെ തന്നെയാണ് തിരുവാതിരയ്ക്ക് കൂവ നിവേദ്യവും സമർപ്പിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പര്യവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.